താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങി ജഗദീഷ്. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിലാണ് ജഗദീഷ് ഉള്ളത്. മോഹൻലാലും മമ്മൂട്ടിയെയും ജഗദീഷ് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറും. ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രൻ മത്സരിക്കും. വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ജഗദീഷ് ഈ തീരുമാനത്തിലേക്ക് എത്തിയോ? അദ്ദേഹം പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? മമ്മൂട്ടി മോഹൻലാലുമായി ഇക്കാര്യം ജഗദീഷ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അനുമതി കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന നിലപാടിലാണ് ജഗദീഷ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ അടക്കമുള്ളവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സിദ്ദീഖിനെതിരായ ആരോപണങ്ങൾ, ബാബുരാജിനെതിരായ ആരോപണങ്ങൾ, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുകയും അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് കഴിഞ്ഞ കുറെ കാലമായിട്ട് അമ്മയ്ക്ക് ഒരു ഭരണസമിതി ഉണ്ടായിരുന്നില്ല. അടുത്ത മാസം 15-ാം തീയതി അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമെന്ന നിലപാട് അമ്മയുടെ അംഗങ്ങളെല്ലാം സ്വീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജഗദീഷ് മത്സരരംഗത്തേക്ക് സന്നദ്ധമായി വന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നത് വനിതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായതുകൊണ്ട് ഒരു വനിതാ പ്രസിഡന്റ് തന്നെ വരട്ടെ, അപ്പോ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ആ സംഘടനയ്ക്ക് ഉണ്ടാകുമെന്ന ഒരു അഭിപ്രായം ജഗദീഷ് അടക്കമുള്ളവർക്ക് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് മമ്മൂട്ടി മോഹൻലാലുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ടൊരു വനിത വരുന്നു എന്ന പ്രത്യേകത കൂടി ഒരുപക്ഷെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉണ്ടായേക്കും. നൗഫൽ. യെസ്, ജഗദീഷ് പിന്മാറും എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലിഡിയ കൂടി ചേരുന്നുണ്ട്. ലിഡിയ, അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക? കാരണം മറ്റു സ്ഥാനങ്ങളിലേക്ക് ആരൊക്കെയാണ് വരാനിരിക്കുന്നത്? ബാബുരാജിനെതിരെ മത്സരിക്കുമെന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്യുന്നു. രവീന്ദ്രൻ നേരത്തെ പത്രിക കൊടുത്തത് ഏതു സ്ഥാനത്തേക്കാണ്? ലോക്കൽ 2 സ്ഥാനങ്ങളിലേക്കാണ് നടൻ രവീന്ദ്രൻ പത്രിക കൊടുത്തത്. അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുമാണ് പത്രിക നൽകിയിരുന്നത്. അത് പ്രധാനമായും മുന്നിൽ കണ്ട് ബാബുരാജ് ഇത്തരത്തിൽ മത്സര രംഗത്തുണ്ടെങ്കിൽ ബാബുരാജിനെതിരെ മത്സരിക്കാം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ 2 സ്ഥാനങ്ങളിലേക്ക് പത്രിക നൽകിയത്. ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന ബോധ്യമായതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ രവീന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുകയും ഒപ്പം യുവതലമുറയോ അല്ലെങ്കിൽ വനിതകളോ ഈ സ്ഥാനത്തേക്ക് വരികയും ചെയ്യണമെന്ന ആവശ്യം പരക്കെ അമ്മയിലെ വിവിധ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ പല അംഗങ്ങളും അത് പരസ്യമായി തന്നെ ഉന്നയിച്ചതുകൂടിയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ബാബുരാജ് മത്സരിക്കുമ്പോൾ ബാബുരാജിനെതിരെ മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നടൻ രവീന്ദ്രൻ എത്തിയിരിക്കുന്നത്. ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിക്കും. പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഏകദേശം തീരുമാനമായിട്ടുമുണ്ട്. ഇത്തരത്തിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് പലരുടെയും, അതായത് അമ്മയിലെ പല അംഗങ്ങളുടെയും നിലപാട്. അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് കൂടി പല അംഗങ്ങളും വ്യക്തമാക്കിയത് കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വനിത തന്നെ വരട്ടെ എന്നുള്ളത് തന്നെയാണ് നടൻ രവീന്ദ്രന്റെയും നിലപാട്. കാരണം നിലവിൽ പത്രിക സമർപ്പിച്ചവരിൽ യുവാക്കൾ ആരും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വനിത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് നടൻ രവീന്ദ്രനും ഉള്ളത്. എല്ലാത്തിന്റെയും ഒരു പിന്നിൽ, അല്ലെങ്കിൽ ഈ പത്രിക പിൻവലിക്കുന്നതിന്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയും ഒക്കെ പിന്നിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തണം, അതിൽ പ്രധാനമായും ബാബുരാജിനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്.